ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ കേക്കു ടി വിന്ന് വരെയാണ്. താങ്കൾ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അകത്തേക്ക് വരാമല്ലോ അല്ലേ? ഇന്നത്തെ ചോദ്യം ഇതാണ്. എന്താണ് നിങ്ങൾ ഈ യൂട്യൂബിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം? യൂട്യൂബിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് എന്താണ് നമുക്കൊരു ടൈം പാസിനുള്ള ഒരു വകുപ്പെന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നുകൂടും. അപ്പോൾ അതിൽ നിന്നെല്ലാം ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഒരു ടൈം പാസ് എന്ന നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. ദിവസം ഒരു 1.5-2 മണിക്കൂർ കൂടി പോയാൽ മാക്സിമം. കുട്ടി തീരെ ചെറുതായ 1 വർഷം മുൻപ് തന്നെ ഇതൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം കുട്ടിക്ക് അറിയാം ഇപ്പൊ എന്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടാണെന്നുള്ളത്. അതുകൊണ്ട് കുട്ടി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഭർത്താവ് ഓക്കെ പറയുന്നതൊക്കെ ചില സമയത്ത് ഓക്കെയാണ്, പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആൾ തിരക്കാണ്, അതാണ് പറയും. മൂത്ത കുട്ടി അത് സെയിം. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ മൂത്ത കുട്ടി ഏതാണ്ട് ഒരുപോലെയാണ്. എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഇളകുട്ടിയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഞാനൊരു വീട്ടിനുള്ളിൽ തന്നെ 24 മണിക്കൂർ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണ്. അപ്പൊ എനിക്ക് അത്രയും കണ്ടന്റ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് 7 ദിവസം കണ്ടന്റിനുള്ള വകുപ്പില്ല. അത് കാരണം ഇടയ്ക്ക് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. എല്ലാ വീഡിയോയിലും ഇല്ല, വല്ലപ്പോഴും ഒക്കെ. ഔട്ട്ഡോർ ഷൂട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കയ്യിൽ കുഞ്ഞുണ്ടാവും, പിന്നെ കുഞ്ഞിന് സാധനങ്ങൾ ഉണ്ടാവും, പിന്നെ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യായിരിക്കും. അപ്പൊ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനൊക്കെ കോസ്റ്റ്യൂംസ് അതൊക്കെ എങ്ങനെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് കോസ്റ്റ്യൂംസ് ഒന്നുമില്ല. കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണുള്ളത് അത് മാത്രമാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ടന്റുകൾ കൂടുതൽ ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയിരിക്കും. നമ്മുടെ ഡെയിലി നമ്മുടെ വീട്ടിൽ നടന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ നടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാറുണ്ട്. പിന്നെ വല്ലപ്പോഴും കൂടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അത് മാത്രമേ. നിങ്ങളുടെ വീഡിയോയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ വീട് സാധനങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. ചെറിയ കുറച്ച് നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഭർത്താവ് അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഇല്ല. ഭർത്താവ് സപ്പോർട്ടീവ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സപ്പോർട്ടീവ് ആണ്. ഇടയ്ക്ക് വീഡിയോയ്ക്കൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ.